സുനിൽ ഐസക് തുടരുന്നുണ്ട്. സുനിൽ, എഡിഎമ്മിന്റെ മരണത്തിനിടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാന പരാമർശമാണ് എന്നത് സത്യമാണ് എന്നുള്ള കാര്യമാണ് വി ജയരാജൻ പറയുന്നത്. ഇന്നിപ്പോൾ സമ്മേളനത്തിനിടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഈ വിമർശനങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിലേക്ക് വീണ്ടും പാർട്ടിയെ നയിച്ചത് എന്ന് കരുതാമോ? എം വി ജയരാജനോട് ചോദിച്ചിരുന്നു. മാത്രമല്ല ദിവ്യയെ അനുകൂലിച്ചും എതിർത്തും പ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടായ ചർച്ചകൾ സംബന്ധിച്ച കാര്യങ്ങളും മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. ഈ സമയത്താണ് അർദ്ധശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം എം വി ജയരാജൻ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തുന്നത്. എഡിഎമ്മിന്റെ മരണത്തിനിടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാന പരാമർശങ്ങളാണ്, അത് സത്യമാണ്, അതുകൊണ്ടാണ് അത് തെറ്റാണെന്ന് പാർട്ടി പറഞ്ഞത്. ആ കാഴ്ചപ്പാടാണ് അന്നും ഇന്നും എന്നും പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ ആരോപണം ഉണ്ടായ അന്ന് തന്നെ പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് നീക്കിയത്. പിന്നീട് സംഘടനാ നടപടിയിലേക്ക് പോയതും അതിന്റെ ഭാഗമായിട്ടാണ്. ഏതെങ്കിലും തരത്തിൽ ആര് തെറ്റ് ചെയ്തു എന്ന് പാർട്ടി കണ്ടെത്തിയാലും അവർക്കെതിരെ നടപടി എടുക്കാനുള്ള ഒരു ആർജവും പാർട്ടിക്കുണ്ട്. അത് എം വി ജയരാജനാണെങ്കിലും ആ നടപടി എടുക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു മറുപടി തന്നെയായിരിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പൊതുചർച്ചയ്ക്കുള്ള മറുപടി എന്ന നിലയ്ക്ക് എം വി ജയരാജൻ പറയുക എന്നതും ഉറപ്പാണ്. കാരണം ദിവ്യയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ സ്വാഭാവികമായും പൊതുചർച്ചയ്ക്ക് മറുപടി പറയേണ്ടത് ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് എം വി ജയരാജനാണ്. ആ ഭാഗം അദ്ദേഹം കുറെ കൂടി കൃത്യവും വ്യക്തവുമായി അവതരിപ്പിക്കുകയാണ്. അതായത് ഇക്കാര്യത്തിൽ ഇനി അർത്ഥശങ്കയ്ക്കൊന്നും ഇടയില്ല. ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളിലേക്ക് ഈ വിഷയത്തിൽ പോവേണ്ടതില്ല. കാരണം പാർട്ടി എടുത്ത നിലപാട് വളരെ കൃത്യവും വ്യക്തവും ആയ ഒരു നിലപാടാണ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. പാർട്ടിക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്, ധാരണയുണ്ട്. അത് ഏതെങ്കിലും സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമ വിചാരണയുടെ ഭാഗമായിട്ടോ ഒന്നും എടുത്തിട്ടുള്ള ഒരു നടപടിയല്ല എന്ന് വളരെ കൃത്യമായി തന്നെ എം വി ജയരാജൻ ഈ വിഷയത്തിൽ ഒരു CPM-ന്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ഈ വിഷയം ഉയർന്നു വന്ന സമയത്ത് എം വി ജയരാജൻ എടുത്ത നിലപാട് അല്ലെങ്കിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് എടുത്തൊരു നിലപാടെന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ ചില ശ്രദ്ധക്കുറവ് മാത്രമാണ് പി ദിവ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് മനഃപൂർവ്വം ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് നവീൻ ബാബുവിനെതിരെ ഉണ്ടായിട്ടില്ല എന്ന തരത്തിലായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഒരു അഭിപ്രായ പ്രകടനം. പക്ഷേ പിന്നീട് വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഒടുവിൽ തിരുത്തലിലേക്ക് പോവേണ്ടുന്ന ഒരു സാഹചര്യം പാർട്ടിക്ക് തന്നെ ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് അവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കുന്നതും പിന്നീട് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും അക്കാര്യത്തിൽ പാർട്ടി വളരെ സുവ്യക്തമായ നിലപാടെടുത്തിരിക്കുന്നു. പാർട്ടി എടുത്ത തീരുമാനങ്ങളാണ്, പാർട്ടി എടുത്ത നടപടികളാണ് കൃത്യം, ശരി എന്ന് എം വി ജയരാജൻ വീണ്ടും അരക്കിട്ടുറപ്പിക്കുകയാണ്. ഈ സുനിൽ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇന്നത്തെ ചർച്ചകളിൽ ഈ വിമർശനത്തിനോടൊപ്പം തന്നെ ദിവ്യയെ പിന്തുണച്ചുകൊണ്ട് ഉള്ള പരാമർശങ്ങൾ കൂടി ഉണ്ടായി എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. സുനിൽ ഈ പറഞ്ഞതുപോലെ ചെറിയൊരു ശ്രദ്ധപ്പിഴവ് മാത്രമാണ് ദിവ്യയ്ക്കുണ്ടായത് എന്ന് തന്നെയാണോ ആ വിഭാഗം പറയുന്നത്? അങ്ങനെയല്ല. അതായത് പി ദിവ്യ കൂടി ഉൾപ്പെടുന്നത് പാപ്പിനിശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ കീഴിലാണ് പി ദിവ്യ ഉൾപ്പെടുന്നത്. ആ പാപ്പിനിശ്ശേരി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള ചില പ്രതിനിധികളാണ് ഈ ഗ്രൂപ്പ് ചർച്ചയ്ക്ക് ശേഷമുണ്ടായ പൊതു ചർച്ചയിൽ ദിവ്യയെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു നിലപാടെടുക്കുന്നത്. അതായത് ദിവ്യയെ അത്രമേൽ തിരക്കിട്ട് സംഘടനാ നടപടി എടുക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അതിന് ചില ബാഹ്യ സമ്മർദ്ദങ്ങൾ അതിന്റെ ഭാഗമായി പാർട്ടിക്ക് മേൽ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് മാധ്യമങ്ങളുടെ ഒരു സമ്മർദ്ദം പാർട്ടിയെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കി. അതുകൊണ്ട് മാധ്യമ വിചാരണയുടെ ഇരയായി മാറുകയായിരുന്നു പി ദിവ്യ എന്ന തരത്തിൽ ചില അഭിപ്രായ പ്രകടനങ്ങൾ ചില പ്രതിനിധികളുടെ ഭാഗത്തുനിന്നുണ്ടായി. ഒപ്പം ഈ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി വലിയ സമ്മർദ്ദം CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് മേൽ ഉണ്ടാക്കി. അതും ഒരു പക്ഷേ തിരക്കിട്ട് നടപടിയിലേക്ക് പോകാനുണ്ടായ ഒരു കാരണമാണ്. അതായത് കോടതിയുടെ ഭാഗത്തു നിന്നൊരു അന്തിമ തീരുമാനം ഈ വിഷയത്തിൽ ഉണ്ടാവുന്നത് വരെ തിരക്കിട്ടൊരു നടപടി എടുത്തത് ശരിയായില്ല എന്നൊരു നിലപാടായിരുന്നു പാപ്പിനിശ്ശേരി ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എന്തായാലും അത് പൂർണ്ണമായും പാർട്ടി തള്ളിക്കളയുകയാണ്. അങ്ങനെ പാർട്ടി ഏതെങ്കിലും സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടല്ല ദിവ്യക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത്. മറിച്ച് പാർട്ടി കൃത്യമായി അക്കാര്യത്തിൽ പാർട്ടിക്ക് നിലപാടുണ്ട്. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് അന്നും ഇന്നും പാർട്ടിയുടെ നിലപാട് അതുതന്നെയായിരിക്കും. നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിന്റെ അവസാന ഭാഗത്ത് പി ദിവ്യ നടത്തിയ ചില ഭീഷണി കലർന്ന പരാമർശങ്ങളുണ്ട്. 2 ദിവസത്തിനുള്ളിൽ അത് നവീൻ ബാബുവിനെ കാണിച്ചു തരാം എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ ദിവ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ആ പരാമർശങ്ങളാണ് നവീൻ ബാബുവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. അക്കാര്യത്തിൽ പാർട്ടിക്ക് അർദ്ധശങ്കകളൊന്നുമില്ല. അതിന്റെ ഭാഗമായിട്ടാണ് പാർട്ടി ദിവ്യക്കെതിരെ നടപടിയെടുത്തതെന്ന് കൃത്യമായി വിശദീകരിക്കുകയാണ് എം വി ജയരാജൻ. അപ്പോൾ കാരണം ദിവ്യ തന്നെ എന്ന് പറഞ്ഞു വെക്കുമ്പോൾ പാർട്ടി ദിവ്യയെ കൈവിട്ടു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാമോ സുനിൽ? അമൃത, പാർട്ടി നേരത്തെ തന്നെ പി ദിവ്യയെ കൈവിട്ടിരുന്നു. അതായത് പാർട്ടിയുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റിയതിനു ശേഷവും ദിവ്യയെ സംരക്ഷിക്കാനുള്ള ചില നീക്കം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതുകൊണ്ടാണ് ഏതാണ്ട് 13 ദിവസത്തോളം പി ദിവ്യ ഈ കേസിൽ
ജാമ്യം ലഭിക്കാതെ ഒളിവിൽ താമസിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോഴൊന്നും പക്ഷേ ദിവ്യക്കെതിരെ പാർട്ടി സംഘടനാപരമായ നടപടി എടുത്തിരുന്നില്ല. പക്ഷേ എം വി ജയരാജൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ആ സമയത്തൊക്കെ പാർട്ടി കൃത്യമായി ഇത് സംബന്ധിച്ച് വിശദമായി പഠിക്കുകയായിരുന്നു. ആ സമയത്ത് പക്ഷേ CPM-ന്റെ കണ്ണൂർ ജില്ലാ നേതൃത്വം വലിയ തോതിൽ PP ദിവ്യയെ ചേർത്ത് നിർത്തുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ പിന്നീട് ദിവ്യയുടെ അറസ്റ്റിലേക്ക് പോകുന്ന ഘട്ടത്തിലെത്തുമ്പോൾ പിന്നീട് പാർട്ടി നടപടിയെടുക്കുന്ന ഘട്ടത്തിലേക്ക് വരുന്നു. അത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂടി നിർദ്ദേശപ്രകാരമാണ് ദിവ്യക്കെതിരെ പൊടുന്നനെ ഒരു നടപടിയെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി പോകുന്നത്. അതൊരു വാർത്താക്കുറിപ്പായി ജില്ലാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കുകയായിരുന്നു. അതായത് ദിവ്യയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ദിവ്യയെ നിലവിലുള്ള ഘടകത്തിൽ നിന്ന് പുറത്താക്കുന്നു എന്നായിരുന്നു ആ വാർത്താക്കുറിപ്പ്. അതായത് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അവരെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുന്ന ഒരു നിലപാടാണ് ഉണ്ടായത്. അതായത് പാർട്ടി എടുത്ത നിലപാട് ശരിയാണെന്ന് കുറെ കൂടി കൃത്യവും വ്യക്തവുമായി പറയുകയാണ് ഈ ഘട്ടത്തിൽ എം വി ജയരാജൻ ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും സമ്മർദ്ദങ്ങൾ പാർട്ടിയുടെ മേലെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല, പാർട്ടിക്ക് തെറ്റുപറ്റിയിട്ടില്ല, പാർട്ടി എടുത്ത നിലപാടാണ് ശരി, പാർട്ടിയാണ് ശരി എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഈ ഘട്ടത്തിൽ എം വി ജയരാജൻ ചെയ്യുന്നത്. ശരി, സുനിൽ ഐസക്കാണ് കണ്ണൂരിൽ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.